ഇങ്ങനെ 12ഓളം അടയാളങ്ങനെ എണ്ണീട്ട് പറയാൻ അതങ്ങ് പൂർത്തിയാകുന്നതോടുകൂടെ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു രംഗപ്രവേശനം ചെയ്യും. മഹദി എങ്ങനെ വല്ലതാ ഒറ്റ ദിവസമായിട്ട് പ്രത്യക്ഷപ്പെടില്ല. മദീനയിൽ ജനിക്കും, മദീനയിൽ ഒരു സാധാരണ കുഞ്ഞായി വളരും. ലോകത്ത് നടക്കുന്ന മുസ്ലിങ്ങൾക്ക് നേരെ നടക്കുന്ന പീഡനങ്ങൾ കണ്ട് മനം നൊന്ത് കഴിയുന്നുണ്ടാകും. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വളരുന്ന കാലമാണിത്. അല്ലാഹുവിന്റെ ഹബീബ് പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി പറയാൻ അങ്ങനെ ഒരു കൊല്ലത്തെ റമദാൻ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു 40 വയസ്സ് കഴിയുന്നതോടുകൂടെയാണ്, പൂർത്തിയാകുന്നതോടുകൂടെയാണ് പ്രത്യക്ഷപ്പെടുന്നത്. പ്രത്യക്ഷപ്പെടുന്ന കൊല്ലത്തിന്റെ പ്രത്യേകത പറഞ്ഞതെന്താ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ആ കൊല്ലത്തെ റമദാനിലെ ആദ്യത്തെ പകൽ വെള്ളിയാഴ്ചയാകും. ആ വെള്ളിയാഴ്ച രാവ്, അതായത് റമദാനിലെ ആദ്യത്തെ രാവ് ചന്ദ്രഗ്രഹണം ഉണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി ശ്രദ്ധിക്കണേ. മഹാന്മാർ അക്കമിട്ട് എണ്ണിത്തരികയാണ്. പരിശുദ്ധ റമദാനിന്റെ 1ാമത്തെ രാവ് ചന്ദ്രഗ്രഹണമാകും. ആ റമദാനിന്റെ പകുതി 15ാമത്തെ രാവ് വെള്ളിയാഴ്ച രാവായിരിക്കും. 15ാമത്തെ പകൽ വെള്ളി പകലായിരിക്കും. ആ റമദാനിന്റെ 15ാമത്തെ പകൽ സൂര്യഗ്രഹണമുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ആ കൊല്ലം ആ റമദാനായാൽ, ആ റമദാനിലെ 15ാമത്തെ പകൽ, ആ പകലിലേക്ക് കിടക്കുന്ന സുബഹി കടന്നു വന്നാൽ മഹാന്മാർ രേഖപ്പെടുത്തുന്നു, അക്കമിട്ട് പറഞ്ഞു തരുന്നു, ആ സുബഹി കഴിയുന്നതോടുകൂടെ വീട്ടിലേക്ക് കയറണം. വീടിന്റെ കഥ കിടക്കണം, ജനൽ കിടക്കണം, വീട്ടിന്റെ എല്ലാ ദ്വാരങ്ങളും അടക്കണം. അടച്ചിട്ട് സുജൂദിൽ കിടക്കണം. ഘോരമായൊരു ശബ്ദമുണ്ടാകും. ആ കൊല്ലത്തെ റമദാൻ 15ന്റെ സുബഹി കഴിഞ്ഞാൽ ഘോരമായൊരു ശബ്ദമുണ്ടാകും. ആ ശബ്ദം കേൾക്കുമ്പോൾ സുബ്ഹാനൽ മലികിൽ ഖുദ്സ്, സുബ്ഹാനൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ ഖുദ്ദൂസ് എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കണം. അങ്ങനെ ചൊല്ലിയവർ രക്ഷപ്പെടുകയും അല്ലാത്തവർ നശിച്ചു പോവുകയും ചെയ്യും. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, റമദാൻ കഴിഞ്ഞ് ദുൽഖഅദ കടന്നു വരും. ദുൽഖഅദ കടന്നു വരുമ്പോ ഇസ്ലാമിക രാജ്യങ്ങളിലെ ഭരണ സംവിധാനങ്ങളിലുള്ള ഗോത്രങ്ങൾ തമ്മിൽ സംഘട്ടനങ്ങൾ നടക്കും. കൃത്യം ഗോത്രങ്ങൾ, സംഘർഷങ്ങൾ തമ്മിൽ നമുക്കറിയാലോ. പല ഇസ്ലാമിക രാജ്യങ്ങളിൽ സ്ഥിതിയെന്താ, പല ആളുകളും ഭരണത്തിലേറിയതിന്റെ രീതി ശരിയല്ലാത്തതുകൊണ്ട് അവരുടെ ഗോത്രങ്ങൾ നല്ല പ്രശ്നമാണ്, ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ അത് പുറത്തറിയാത്തത് കൊണ്ടാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയാ, ഗോത്രങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞവർ സംഘട്ടനത്തിൽ ഏർപ്പെടും. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ദുൽഹിജ്ജ കടന്നു വന്നാൽ ആ കൊല്ലം ദുൽഹിജ്ജ മാസത്തിൽ മിനയിൽ വെച്ച് സംഘട്ടനങ്ങൾ ഉണ്ടാകും. മിനയിലെന്ന് മയ്യിത്ത് കുമിഞ്ഞുകൂടും. ഗസ്സയിലല്ലേ കുമിഞ്ഞുകൂടുന്നത് കാണുന്നത്? അവസാനിച്ചില്ല. മരണങ്ങളുടെ അന്ത്യമുണ്ടാകുന്നില്ല. ഇസ്രായേലും ഗസ്സയും തമ്മിൽ, ഇസ്രായേലും ഹമാസും തമ്മിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചാൽ തന്നെ മരണത്തിന്റെ അറുതി വരുന്നില്ല. മയ്യിത്ത് കുമിഞ്ഞുകൂടുന്ന രംഗമുണ്ട്. ഇവിടെ ബൈത്തുൽ മുഖദ്ദസിന്റെ മുറ്റത്തല്ല, ജംറകളിൽ മുഅ്മിനീങ്ങൾ കല്ലെറിയുന്ന സ്ഥലത്ത് മയ്യിത്തുകൾ കുമിഞ്ഞുകൂടുമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. അങ്ങനെ ഒരു ഹജ്ജ് കടന്നു വരാറുണ്ട്. ആ ദുൽഹിജ്ജ കഴിഞ്ഞാൽ കടന്നു വരുന്ന മുഹറം നിങ്ങൾ ശ്രദ്ധിക്കണേ. ആ മുഹറമിലാണ് ഇമാം മഹ്ദി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ആഗമനം. മഹാനവറുകൾ മദീനയിൽ നിന്ന് വരും. മദീനയിൽ നിന്ന് നേരെ മക്കയിൽ വരും. ആ സമയമാകുന്ന സമയം അല്ലാഹുവിന്റെ ഔലിയാക്കൾ മക്കത്ത് പോയിട്ട് അല്ലാഹുവിന്റെ ഔലിയാക്കൾ മഹ്ദി ഇമാമിനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കും. ഏതായിരിക്കും ആ കാലമെന്നറിയുമോ? മുസ്ലിങ്ങൾ ലോകത്തെ എല്ലാ ഭാഗത്തും പീഡിപ്പിക്കപ്പെടുന്ന കാലമായിരിക്കും അത്. എല്ലാ സ്ഥലത്തും അവരെ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അവർക്ക് യാതൊരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവുകയില്ല. ഇടയനില്ലാത്ത ആട്ടിൻ പറ്റത്തെ പോലെയായിരിക്കും അവർ. ശരിയല്ലേ? ഇടയനില്ലാത്ത ആട്ടിൻ പറ്റത്തെ പോലെ. നമുക്ക് പറ്റിയാൽ ചോദിക്കാൻ ഒരാളുമില്ല. ഖത്തറിന്റെ അമീർ പറയാൻ, മൗനം വെടിയണം, എല്ലാരും മൗനം വെടിയണം. അയാള് വിളിച്ചു പറയണ്ടേ? കേൾക്കാൻ ആരുള്ളത്?
അല്ലാഹുവിന്റെ ഹബീബ് പറയാ, ഇടയനില്ലാത്ത ആട്ടിൻ പറ്റത്തെ പോലെ എന്റെ സമുദായമാകും. ആ സമയത്താണ് മഹ്ദി ഇമാം കടന്നു വരിക റളിയല്ലാഹു അൻഹു. അപ്പോൾ അല്ലാഹുവിന്റെ ഔലിയാക്കൾ പരിശുദ്ധമായ മക്കയിൽ മഹ്ദി ഇമാമിനെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടാകും. മഹ്ദി ഇമാം കടന്നു വരും. മഹ്ദി ഇമാമിനെ കുറിച്ച് പുണ്യനബി പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അങ്ങനെയുള്ള ആളുകൾ എങ്ങനെ തെരയുന്നുണ്ട് എന്ന് മഹ്ദി ഇമാം മനസ്സിലാക്കുമ്പോ മദീനയിലേക്ക് തന്നെ തിരിച്ചു രക്ഷപ്പെടും. കാരണം എന്താ? അധികാരമേൽക്കാൻ ആഗ്രഹിക്കാത്തവരാണ് മഹ്ദി. അധികാരം തീരെ ഇഷ്ടമില്ലാത്ത ആളാണ്. അധികാരമേൽക്കാൻ ഇഷ്ടമില്ലാത്തവരാ. അല്ലാഹുവിന്റെ ഹബീബ് പറയാ, മദീനയിലേക്ക് മഹ്ദി രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നറിയുമ്പോ ആളുകൾ അങ്ങോട്ട് ചെല്ലും. ഉടനെ മഹ്ദി മക്കയിലേക്ക് തന്നെ രക്ഷപ്പെടും. അവസാനം പരിശുദ്ധമായ മഖാമു ഇബ്രാഹിം ഹജൽ അസ്വദിന്റെയും ഇടയ്ക്ക് വെച്ച ആളുകൾ മഹ്ദിയെ തിരിച്ചറിയും. മഹ്ദിയോട് പറയും, കൈ കാണിക്കൂ, ഞങ്ങൾ അങ്ങോട്ട് ബൈഅത്ത് ചെയ്യട്ടെ. ഇസ്ലാമിക ലോകത്തിന്റെ ആധിപത്യം അങ്ങേറ്റെടുക്കണം, അധിപനാകണം അങ്ങ്. മഹ്ദി ഇമാം പറയും, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഞാനല്ല. അപ്പോൾ പറയും, അല്ലാഹുവിന്റെ ഹബീബ് ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്, മുസ്ലിം ലോകം പ്രതിസന്ധിയിലാകുന്ന സമയം രക്ഷപ്പെടുത്താൻ വരുന്ന ആള് അങ്ങാണെന്ന്. കൈ കാണിക്കൂ, ഞങ്ങൾ അങ്ങയോട് ബൈഅത്ത് ചെയ്യട്ടെ. മഹ്ദി ഇമാം കൂട്ടാക്കാതിരിക്കുമ്പോൾ അവർ പറയും, ഈ മുസ്ലിം ഉമ്മത്ത് അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളുടെയും ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും അല്ലാഹുവിന്റെ സന്നിധിയിൽ. അപ്പോഴാണ് മഹ്ദി ഇമാം കൈ കാണിക്കുന്നത്. എല്ലാവരും ബൈഅത്ത് ചെയ്യുകയാണ്. പിന്നെ മഹ്ദി ഇമാമിന്റെ നേതൃത്വത്തിലായി മുസ്ലിം ലോകം ഒന്നിക്കുകയാ. മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഖുദ്സ് 3 തവണ മോചിപ്പിക്കപ്പെടുമെന്ന്. 3 തവണ ഖുദ്സ് മോചിപ്പിക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ഒരു മോചനം കഴിഞ്ഞത് എപ്പോഴാണെന്നറിയോ? റസൂലുള്ളാഹിന്റെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തില് യുദ്ധമില്ലാതെയാണ് ജെറൂസലം ഇസ്ലാമിന് കീഴടങ്ങിയത്. ജൂതന്മാർ മനസ്സിലാക്കേണ്ടത്, യുഎൻഒയുടെ അധിപൻ പറഞ്ഞപ്പോ ഒറ്റ ദിവസം കൊണ്ടുണ്ടായതല്ല ഫലസ്തീനിലെ സംഘട്ടനം എന്ന് പറഞ്ഞപ്പോ 70 കൊല്ലം ഫലസ്തീനികൾക്ക് നേരെ നടത്തിയ നരനായാട്ടിന്റെ പ്രതിഷേധമാണെന്ന് പറഞ്ഞത് പറ്റിയില്ല. ചില ആളുകൾക്ക് അത് പറ്റിയില്ല. പിടിച്ചടക്കിയതല്ല ജെറൂസലം ആ സംഘട്ടനങ്ങളില്ലാതെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ അധികാരമേൽപ്പിച്ചതാണ്. മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്ന ജെറൂസലമിന്റെ അധികാരം ഏറ്റെടുക്കുകയാണ്. പിന്നെയും മുസ്ലിംകളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 3 തവണ മോചിപ്പിക്കപ്പെടുമെന്ന്. രണ്ടാമത് പിന്നെ ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിച്ചത് മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു. പിന്നെയും മുസ്ലിംകളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ്. ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനത്തിനായി വരുന്നതാരാ? മഹാനായ ഇമാമുൽ മഹ്ദി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ കടന്നു വരും. ഇസ്ലാമിക ലോകത്തിന്റെ ആധിപത്യം അവരുടെ കയ്യിലുണ്ടാകും. മഹ്ദി ഇമാം റളിയല്ലാഹു അൻഹു കടന്നു വന്നിട്ട് ലോകത്ത് നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്ന് അല്ലാഹുവിന്റെ ഹബീബ് അക്കമിട്ട് എണ്ണി തന്നിട്ടുണ്ട്. അതിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, മഹ്ദി ഇമാം വന്നാൽ ആദ്യമായി മഹാനവറുകൾ യുദ്ധം നയിക്കുന്നത് ജസീറത്തുൽ അറബിനോട് തന്നെയായിരിക്കും. ജസീറത്തുൽ അറബ്, അറേബ്യൻ രാജ്യങ്ങളോടായിരിക്കും യുദ്ധം ചെയ്യാൻ. പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പേരിലുണ്ടാവുള്ളൂ. അറേബ്യൻ രാജ്യങ്ങളോടുള്ള ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്തും മഹ്ദിയെ എതിർക്കാൻ വരുന്ന സൈന്യത്തെ കുറിച്ച് പുണ്യനബി പറയുന്നുണ്ട്. വഴിക്ക് വെച്ച ആ സൈന്യം താഴ്ത്തപ്പെടുന്നതിനെ കുറിച്ച് ഹദീസിൽ പറയുന്നുണ്ട്. ഏതായാലും പറയാൻ സാധാരണ റസൂലുള്ളാഹിന്റെ പ്രസംഗം എത്ര മിനിറ്റ് ഉണ്ടാവരെങ്കില് 10, 15, 20 മിനിറ്റ് ഒക്കെ ഉണ്ട്. അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാ, ഒരീസം റസൂലുള്ളാഹി ഞങ്ങളുടെ ഒരു വഅലാണ് പറഞ്ഞു. അസാധാരണമായ വഅല്. സുബൈ നിസ്കരിച്ചു തുടങ്ങിയ വഅല് ദുഹർ വരെ, ദുഹർ നിസ്കാരം കഴിഞ്ഞ് പിന്നെ അസ്ർ വരെ, അസ്ർ കഴിഞ്ഞ് മഗ്രിബ് വരെ. അബൂ ഹുദൈഫ
ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാൻ, അന്ന് അല്ലാഹുവിന്റെ ഹബീബ് ലോകം അവസാനിക്കുന്നവരെ സംഭവിക്കാനുള്ള മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തന്നുവെന്ന മഹാനായ അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാൻ, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വലാത്തിൽ ദുആ ചെയ്യാൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ലാ തഖൂമുസ്സാഅ, മനോമുഖരത്തിൽ കുത്തിവെക്കണം, ലാ തഖൂമുസ്സാഅ, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല, ഹത്താ യുഖാതിലുൽ മുസ്ലിമൂനൽ യഹൂദ്, മുസ്ലിങ്ങൾ ജൂതന്മാരോട് യുദ്ധം ചെയ്യുന്നവരെ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ നടക്കണ്ടേ, മുസ്ലിങ്ങൾ ജൂതന്മാരോട് യുദ്ധം ചെയ്യുന്നവരെ ഖിയാമത്ത് നാൾ സംഭവിക്കില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ യുദ്ധം അങ്ങനെ കൊടുമ്പിരി കൊണ്ട് മുന്നോട്ട് പോകും. അവസാനമായ യുദ്ധത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നതാരാ? ഇമാമുൽ മഹ്ദി റളിയല്ലാഹു അൻഹു. ആ യുദ്ധത്തിന്റെ സമയത്തുള്ള സ്വഭാവം എന്താ? പാവപ്പെട്ട ഫലസ്തീനികളുടെ കൂടെ ചേരും. കൊല്ലപ്പെടുന്നത് കണ്ടു നിൽക്കാൻ ലോകത്തിന് കഴിയാതിരിക്കുമ്പോ ആ വേദനയാണ്, പ്രതിഷേധമാണ് യുഎൻഒയുടെ ജനറൽ വിളിച്ചു പറഞ്ഞത്. പക്ഷേ ചില രാജ്യങ്ങൾക്കത് മനസ്സിൽ പിടിക്കുന്നില്ല. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് പറയാ, മഹാനായ മഹ്ദി ഇമാം റളിയല്ലാഹു അൻഹു യുദ്ധം നയിക്കുമ്പോ എല്ലാ കല്ലും മണ്ണും വരെ മുസ്ലിംകളുടെ കൂടെ ഫലസ്തീനികളുടെ കൂടെ കൂടും. അന്ന് യുദ്ധം കൊടുമ്പിരി കൊള്ളും. ജൂതന്മാർ അറുകൊല ചെയ്യപ്പെടും, ജൂതന്മാർ കൊല്ലപ്പെടും. ലോകത്തുള്ള എല്ലാ ജൂതന്മാരും എന്തിനാ ഫലസ്തീനിൽ വന്ന് താമസിക്കുന്നത്? പടച്ചറപ്പ് ഇങ്ങനെ കൊണ്ടുവരാൻ. എന്തിനവർ മുഴുവനായും കൊല്ലപ്പെടും. മാത്രമല്ല അല്ലാഹുവിന്റെ ഹബീബ് പറയാ, യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ അവർ പിന്തിരിഞ്ഞോടാൻ തുടങ്ങും. ഓടുന്ന സമയത്ത് അവർ ഓടിച്ചെന്നിട്ട് കല്ലുകളുടെ പിന്നിൽ ഒളിച്ചു നിൽക്കും. അപ്പൊ കല്ല് വിളിച്ചു പറയും മുസ്ലിമിനോട്, യാ മുസ്ലിം, ഓ മുസ്ലിമേ, യാ അബ്ദുല്ലാഹ്, അല്ലാഹുവിന്റെ അടിമയായ മുസ്ലിമേ, വറാഇ യഹൂദിയുൻ വാ തആൽ, വറാഇ യഹൂദിയുൻ, ഇങ്ങ് വാ, എന്റെ പിന്നിൽ ഒരു ജൂതൻ ഒളിച്ചിരുന്നിട്ടുണ്ട്, ഫഖ്തുൽഹു, അവനെ കൊല്ല്. ഈ കാണിക്കുന്നതിന് മുഴുവനും പ്രതികാരം അല്ലാഹുവിന്റെ ഭൂമിയിലെ കല്ലും മണ്ണും വരെ ജൂതന്മാർക്കെതിരിൽ തരുന്ന സമയം വരും എന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ലൽ ഗറഖദ്, ഗറഖദ് എന്ന വൃക്ഷമൊഴികെ ഫഇന്നഹാ മിൻ ശജറിൽ യഹൂദ്, അത് ജൂതന്മാരെ പിന്തുണക്കുന്ന മരമാണെന്ന് നബിയുനാ റസൂലുള്ളാഹ്. അപ്പം മരത്തിന്റെ കൂട്ടത്തിലും പിന്തുണക്കുന്നവരും പിന്തുണക്കാത്തവരുണ്ട്. വലിയ ഗഹനമായി പഠിക്കേണ്ട വിഷയമാണിത്. ശാസ്ത്രലോകത്തിന് വിട്ടുകൊടുക്കേണ്ട ഒരു അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു. ഇന്ത്യ രാജ്യത്ത് നിൽക്കുന്ന നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കട്ടെ. ഫലസ്തീനിന് വേണ്ടി കൊണ്ട് വിജയിക്കാനില്ല. മുത്തുനബി ദുആ ചെയ്തതിനെ കുറിച്ച് മഹാനായ സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാൻ, ബദറിന്റെ യുദ്ധങ്ങളെ കൊടുമ്പിരി കൊള്ളാൻ, പടച്ച റബ്ബേ കൈയൊഴിക്കില്ല യാ റസൂലല്ലാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഫലസ്തീനിൽ മരിച്ചു വീഴുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി രാജാതിരാജനായ റബ്ബിനോട് മരമുകൾ ദുആ ചെയ്യണം. ഉമ്മമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാ, ആർഭാടങ്ങൾ വേണ്ടേ, ആഭാസങ്ങൾ വേണ്ടേ? സഹോദരങ്ങളെ വേണ്ട. മരിച്ചു വീഴുന്നത് ആരാന്നറിയോ? എന്റെയും നിങ്ങളുടെയും സഹോദരങ്ങളാണ്. അതല്ലേ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത്? മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദുഹിം വതറാഹുമിഹിം വതആതുഫിഹിം കമസലിൽ ജസദ് ഇദാ ഇശ്തകാ മിൻഹു ഉളുവ്വുൻ തദാലഹു സായിറുൽ ജസദ് ബിസ്സഹരി വൽ ഹുമ്മാ. ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളുടെയും സ്നേഹത്തിന്റെ ഉദാഹരണം റസൂലുള്ളാഹി പറഞ്ഞത് കമസലിൽ ജസദ്, ഒരു ശരീരത്തെ പോലെയാവണം. നിങ്ങളുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു അവയവത്തിന് മുറിവ് പറ്റിയാൽ ആ അവയവത്തിന്റെ മുറിവിന് വേണ്ടി കണ്ണ് കരയാറില്ലേ? ശരീരം ഉറക്കൊടിക്കാറില്ലേ? ഇതേപോലെ എന്റെ ഉമ്മത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വേദന ഉണ്ടായാൽ ആ വേദന നിങ്ങളുടെ വേദനയെ പോലെ കാണണമെന്ന്. പ്രിയമുള്ളവരെ, എന്താ
എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയോ? ഫലസ്തീനിൽ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളാണെന്ന രീതിയിലുള്ള വേദന വേണം. അവരെ മരിച്ചു വീഴുന്ന സഹോദരങ്ങൾ നമ്മുടെ ജട്ടാനുജന്മാരെന്ന വേദന വേണം. അവരെ മരിച്ചു വീഴുന്ന സഹോദരിമാർ നമ്മുടെ സഹോദരിമാരെന്ന വേദന വേണം. ഉമ്മ, നിങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമക്കൾ കൊല്ലപ്പെട്ടാൽ അന്ന് നിങ്ങൾ മന്തിയും ബിരിയാണിയും ഒക്കെ അടിച്ചു മാറുമോ? നമ്മുടെ വീട്ടിനകത്ത് ആർഭാടങ്ങൾ ഉണ്ടാകുമോ? നമ്മൾ ഉല്ലസിക്കുമോ, ആഘോഷിക്കുമോ? പ്രിയമുള്ളവരെ, മുസ്ലിം ലോകം മുഴുവൻ വേദനിക്കേണ്ട സമയമാണ്. എന്തുകൊണ്ട് എന്നറിയോ? ഗസയിലെ നമ്മുടെ സഹോദരങ്ങൾ ഗസയിൽ അള്ളിപ്പിടിച്ചു നിൽക്കുന്നത് എന്തിനാ? ലോകം അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ആ ബോംബ് വർഷത്തിന്റെ ചുവട്ടിൽ നിൽക്കണ്ട, ഇങ്ങോട്ട് പോരൂ, നിങ്ങൾക്ക് വേണ്ട സൗകര്യം നമ്മൾ ചെയ്തു തരാം. ബ്രിട്ടൻ അവരെ മാടി വിളിക്കുന്നുണ്ട്, ലോകരാജ്യങ്ങൾ വരെ വിളിക്കുന്നുണ്ട്, പോരൂ, നിങ്ങൾക്ക് വീട് തരാം, സ്ഥലം തരാം, ജോലി തരാം, പൗരത്വം തരാം. പക്ഷേ ആ മക്കൾ പറഞ്ഞതെന്താണെന്നറിയോ? ഗസയുടെ മക്കൾ പറയുന്നത്, ഇല്ല, ഞങ്ങൾ പോരുന്നില്ല. ഗസയുടെ ഈ തുരുത്തിൽ നിന്ന് ഞങ്ങൾ ഒഴിഞ്ഞു പോന്നാൽ ബൈത്തുൽ മുഖദ്ദസിന്റെ നേരെ വരെ കടന്നു കയറും. പ്രിയമുള്ളവരെ, നമ്മുടെ മൂന്നാമത്തെ ഹറം, ലോകത്ത് അല്ലാഹുവിന്റെ പ്രവാചകന്മാർ നിസ്കരിച്ച പരിശുദ്ധമായ ഹറം, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ആരാധനാ നിമഗ്നായ സ്ഥലം, മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിനോട് തന്റെ ജനതയും കൊണ്ട് അല്ലാഹു കയറാൻ പറഞ്ഞ പവിത്രമായ മണ്ണ്, റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം ജനിച്ച മണ്ണ്, മഹാനായ നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം ഭരണം നടത്തിയ സ്ഥലം, മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം ബൈത്തുൽ മുഖദ്ദസിന്റെ നിർമ്മാണം നടത്തിയിട്ട് പടച്ച റബ്ബേ, ഇതിലാര് നിസ്കരിച്ചാലും അവരുടെ പാപം നീ പുറത്തു കൊടുക്കണേ എന്ന് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം ദുആ ചെയ്തപ്പോ അല്ലാഹു തആല ദുആക്ക് ഉത്തരം കൊടുത്തിട്ട് അതിൽ നിസ്കരിച്ചവരുടെ പാപം മുഴുവൻ അല്ലാഹു പുറത്തു കൊടുക്കുന്ന പവിത്രമായ മണ്ണ് അല്ലാഹു തന്റെ ഹബീബിനെ തന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരാൻ, ഭൂമിയിൽ നിന്ന് ആകാശത്തിലേക്ക് കയറാൻ അല്ലാഹു തെരഞ്ഞെടുത്ത ഖുബ്ബത്തുസ് സഖറ എന്ന് പറയുന്ന പവിത്രമായ സ്ഥലം. അതേപോലെ ലോക മുസ്ലിങ്ങൾ മുഴുവനും 17 മാസക്കാലത്തോളം അല്ലാഹുവിന്റെ ഹബീബും സ്വഹാബികളും അല്ലാഹുവിന്റെ ഹബീബും സ്വഹാബികളും 17 മാസക്കാലത്തോളം തിരിഞ്ഞു നിസ്കരിച്ച ഖുബ്ബത്തുസ് സഖറ എന്ന മുസ്ലിങ്ങളുടെ ഒന്നാമത്തെ ഖിബിലയായ ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന പരിശുദ്ധമായ ഹറം. െന്നറിയോ നിങ്ങൾക്ക്? നമ്മളൊക്കെ ചെയ്യേണ്ട ദൗത്യമാണ് അവർ ഏറ്റെടുക്കുന്നത്. അവർ പറയാണൊന്നുകിൽ ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനം, അല്ലെങ്കിൽ ഞങ്ങൾക്കാരടി മണ്ണ് മതി എന്ന്. നിങ്ങൾ കണ്ടില്ലേ, പിഞ്ചു പൈതങ്ങൾ പരസ്പരം പേരെഴുതാൻ കയ്യിൽ പേരെഴുതുന്നു, തോളിൽ പേരെഴുതുന്നു, ചെവിയുടെ പിൻഭാഗത്തെ പേരെഴുതുന്നു, ശരീരത്തിൽ എല്ലാ സ്ഥലത്തും പേരെഴുതാൻ. ആരാ? 5ഉം 6ഉം 8ഉം 10ഉം 12ഉം 13ഉം വയസ്സായ മക്കൾ. എന്തിനെന്നറിയോ? ഇസ്രായേലിന്റെ ബോംബ് വർഷത്തിൽ ഞാൻ മരിച്ചാൽ എന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം കരിഞ്ഞു പോയാലും ഏതെങ്കിലും ഒരംശം തിരിച്ചു കിട്ടിയാൽ എന്നെ തിരിച്ചറിയാൻ. പ്രിയമുള്ളവരെ, ഇവിടുത്തെ അവസ്ഥ ആലോചിക്കണേ. ഫലസ്തീനികൾക്ക് വേണ്ടി ദുആ ചെയ്യാതെ ഒരൊറ്റ നിസ്കാരത്തിൽ നിന്നും നിസ്കാരപ്പായിൽ നിന്നും എഴുന്നേൽക്കരുത്. പ്രിയമുള്ളവരെ, അവർക്ക് വേണ്ടി ദുആയില്ലാതെ ഒരൊറ്റ പ്രാർത്ഥന പോലും നമ്മൾ അവസാനിപ്പിക്കരുത്. രാജാതിരാജനായ റബ്ബിനോട് മനമുരുകി ദുആ ചെയ്ത അല്ലാഹു ഇതിന് ഫലം തരും, തരാതിരിക്കില്ല. ഫറോവക്കെതിരെ 80 കൊല്ലമാ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമും തന്റെ ജനതയും ദുആ ചെയ്തത് 80 കൊല്ലം. അത് കഴിഞ്ഞിട്ടാണ് അല്ലാഹു ഉത്തരം കൊടുത്തത്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന് 86ാമത്തെ വയസ്സിലാണ് അല്ലാഹു മക്കളെ തരണേ എന്ന ദുആക്ക് ഉത്തരം കൊടുത്തത്. പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന് അല്ലാഹുവിന്റെ മഹാനായ റബ്ബേ, ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ വാഗ്ദത്തം ചെയ്ത, ഞങ്ങൾക്ക് വാഗ്ദത്തം ചെയ്ത നിന്റെ സഹായം നീ അടുപ്പിച്ചു തരണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങളുടെ ദുആക്ക് നീ ഉത്തരം തരണേ റബ്ബേ. ബൈത്തുൽ
മുഖദ്ദസിന്റെ വാതിലുകളൊക്കെ അടച്ചിരിക്കുകയാണ്. ബൈത്തുൽ മുഖദ്ദസ് പോയ ആളുകൾക്കറിയാം, വാതിലൊക്കെ അടച്ചു, നിസ്കാരം നടക്കില്ല. അവിടെ ആകെയുള്ളതാരാ? അവിടെ ആകണ്ടാവുക വയസ്സായ ആൾക്കാരാ. 40 വയസ്സിന്റെ ചോടുള്ള ഫലസ്തീനികൾക്ക് ബൈത്തുൽ മുഖദ്ദസിലേക്ക് കയറാൻ അനുവാദമില്ല. ചുറ്റുഭാഗത്തുമുള്ള എല്ലാ കവാടത്തിലും ജൂതപ്പട്ടാളക്കാർ തോക്ക് ചൂണ്ടി നിൽക്കും. കയറി പോണതാരാ? 60, 65, 55, 60 ഒക്കെ വയസ്സായ വയസ്സന്മാര്, ജൂതന്മാര്. ബൈത്തുൽ മുഖദ്ദസിന്റെ ഒരിക്കൽ ഞങ്ങൾ സന്ദർശനം നടത്തി ഇറങ്ങുന്ന സമയത്താണ് ജൂതന്മാർ ചില ആളുകൾ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്തേക്ക് കയറിയപ്പോ പാവമാ മനുഷ്യർ ബൈത്തുൽ മുഖദ്ദസിന്റെ മുറ്റത്തിരുന്നിട്ട് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അവരുടെ കയ്യിൽ വാളില്ല, അവരുടെ കയ്യിൽ തോക്കില്ല, വെടിയുണ്ടകളില്ല. തക്ബീർ ചൊല്ലിയിട്ടാണ് ആ ശത്രുക്കളെ അതിന്റെ വളപ്പിൽ നിന്ന് പുറത്തേക്ക് കടത്തിയത്. എല്ലാ ദുആയിലും ഫലസ്തീനുകളും ബൈത്തുൽ മുഖദ്ദസും കടന്നു വരണം.